രാത്രിയിൽ ബാക്കി വന്ന ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. രാവിലെ കുറച്ച് നേരത്തെ ഇതൊരു മൺചട്ടിയിലേക്ക് എടുക്കുക കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൻ്റെ തന്നെ വെള്ളം ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്കൊരു 4-5 കാന്താരിമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എരിവുള്ളതാണ്. പിന്നെ ഞാൻ 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം സവോള കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എരിവുള്ള 2 പച്ചമുളക് കുനുകുന അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണേ. പിന്നെ കാന്താരിമുളക് ഇട്ട് വെച്ച വെള്ളം ഇത്രയേ ചേർക്കുന്നുള്ളൂ, ഒരു സ്പൂണിൻ്റെ പകുതി. എനിക്ക് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. തൈര് ഞാൻ 2 കരണ്ടി ചേർക്കുന്നുണ്ട്. ചിലവരൊക്കെ പഴങ്കഞ്ഞി ഉണ്ടാക്കിയാൽ ചോറിൻ്റെ വറ്റ് വേറെയും വെള്ളം വേറെ ആയിട്ട് നിൽക്കാറുണ്ട്. ഇത് അതുപോലെയല്ല. പിന്നെ സാലഡ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കരണ്ടിയുടെ ഇത്രയും ഭാഗം. ഇനി ഈ കരണ്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് അമർത്തിയിട്ട് ആ ചട്ടിയോട് ചേർത്തിട്ട് ആ ഉള്ളി, സവോള, പച്ചമുളക്, കാന്താരിമുളകൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഉടയുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കണം കേട്ടോ. ഞാനൊരു 6:30 കേട്ടോ അടച്ച് വെച്ചത്. 9:30 ആയപ്പോഴാണ് കഴിക്കാൻ എടുത്തത്. ഇപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, പഴങ്കഞ്ഞി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അല്ലാതെ ചോറ് വറ്റ് വേറെയും വെള്ളം വേറെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണുമ്പോൾ പഴങ്കഞ്ഞി പോലെ തോന്നാറില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്.